ഏവർക്കും റിയാസ് ട്രാവൽ ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള എൻ്റെ യാത്ര തുടരുകയാണ്. ട്രെക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ഫാക്ഡിങ്ങിലൂടെ ഞങ്ങൾ നാംചെബ്സാർ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഫാക്ഡിങ്ങിൽ നമ്മെ വരവേൽക്കുന്നത് ആ ഗ്രാമത്തെ ചുറ്റിയൊഴുകുന്ന ദൂദ്കോഷി നദിയുടെ മനോഹരമായ ദൃശ്യമാണ്. അങ്ങകലെയായി നദിക്കു കുറുകെ ഒരു തൂക്കുപാലം കാണാം. അതുവഴി അക്കരെ കടക്കണം. നദിയുടെ ഓരം ചേർന്ന വഴിയിലൂടെ ആ പാലം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. ഹിമാലയത്തിൻ്റെ വശ്യമനോഹരമായ ദൃശ്യഭംഗിയിലേക്കാണ് നമ്മളിനി കടന്നു ചെല്ലാൻ പോകുന്നത്. ഇനിയങ്ങോട്ടുള്ള ഹിമാലയത്തിൻ്റെ ദൃശ്യങ്ങളോരൊന്നും തന്നെ നിങ്ങൾ ജീവിതത്തിൽ മറക്കാൻ ഇടയില്ല എന്നാണ് എൻ്റെ ഗൈഡ് മദൻ പറയുന്നത്. അത്രയ്ക്കും മനോഹരമായ ഭൂപ്രകൃതിയിലൂടെയാണ് ഇനിയുള്ള യാത്ര കടന്നു പോകുന്നത്. ഞങ്ങൾ ആ തൂക്കുപാലത്തിലേക്ക് പ്രവേശിച്ചു. ഇരുമ്പുവടങ്ങളിൽ ഇരുകരകളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന തൂക്കുപാലങ്ങളെല്ലാം തന്നെ ഒരേ മാതൃകയിലുള്ളതാണ്. ഇത് മനുഷ്യർക്കും ഭാരങ്ങൾ വഹിച്ചുവരുന്ന നാൽക്കാലികൾക്കും കടന്നുപോകാനുള്ള സൗകര്യങ്ങൾ കണക്കിലെടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ ദൂദ്കോഷി നദി രൗദ്രഭാവത്തിൽ തല്ലിപ്പതഞ്ഞൊഴുകുകയാണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ദൂദ്കോഷി നദി ഉദ്ഭവിക്കുന്നത്. മഞ്ഞും ഹിമാനിയും ഉരുകുന്നത് അരുവിയുടെ പ്രവാഹത്തിന് ഗണ്യമായ സംഭാവന ചെയ്യുന്നു. വെളുത്ത നിറത്തിൽ പാൽ പോലെ പതഞ്ഞൊഴുകുന്നത് കൊണ്ടാണ് ഇതിന് ദൂദ്കോഷി എന്ന പേര് ലഭിക്കാൻ കാരണം. ഞങ്ങൾ ആ പാലം കടന്ന് മറുകരയിലെത്തി. ഇവിടെ ധാരാളം മനോഹരമായ റിസോർട്ടുകൾ സഞ്ചാരികൾക്കായി പണികഴിപ്പിച്ചിരിക്കുന്നു. അതിനു മുമ്പിലൂടെയുള്ള വഴിയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. മനോഹരമായ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ പുഴക്കരികിൽ താമസിക്കാൻ ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്നു. മാത്രവുമല്ല, ആദ്യ ദിനത്തെ ട്രെക്കിംഗ് അവസാനിപ്പിക്കുന്നത് മിക്ക ആളുകളും ഫാക്ഡിങ്ങിലാണ്. നാംചെബ്സാർ എത്തുന്നതുവരെ ദൂദ്കോഷി നദിയുടെ തീരത്ത് കൂടി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മുഴുവൻ. ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. മനോഹരമായ ആ ഗ്രാമത്തിലൂടെ ഒരരുവി താഴോട്ടൊഴുകുന്നുണ്ട്. അതിൻ്റെ ഇരമ്പൽ അങ്ങകലെ നിന്നു തന്നെ കേൾക്കാം. അതിനു മുകളിലൂടെയുള്ള പാലം കടന്നു വേണം മുമ്പോട്ട് പോവാൻ. പാറകൾക്കിടയിലൂടെ താഴോട്ടൊഴുകുന്ന അരുവി നയന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. സഞ്ചാരികൾക്കായി ചെറിയ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടിവിടെ. ദാൽ ബാത്ത് എന്ന വെജിറ്റേറിയൻ ഭക്ഷണമാണ് പ്രധാനമായും മിക്ക കടകളിലും ലഭിക്കുന്നത്. ചോറും കിഴങ്ങുവർഗ്ഗങ്ങളും ഉൾപ്പെട്ട സമീകൃത ആഹാരമാണ് ദാൽ ബാത്ത്. കിഴങ്ങുവർഗ്ഗങ്ങൾ അധികവും ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതായതുകൊണ്ട് ഭക്ഷണത്തിനു അതിൻ്റേതായ രുചിയുണ്ട്. ഞങ്ങളുടെ യാത്ര ടോക്ടോക്ക് എന്ന വില്ലേജിലേക്ക് പ്രവേശിച്ചു. ഇവിടെ നിന്നും നോക്കിയാൽ കുസുംഗംഗുരു എന്ന ഹിമാലയൻ കൊടുമുടിയുടെ കാഴ്ച കാണേണ്ടതായിരുന്നു. പക്ഷേ കാലാവസ്ഥ മൂടിക്കെട്ടിയിരിക്കുന്നതിനാൽ കാഴ്ച മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സാരമില്ല, മുമ്പോട്ടുള്ള യാത്രയിൽ അവയെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. വഴിയുടെ പല ഭാഗങ്ങളും മണ്ണിടിഞ്ഞു പോയതിനാൽ പുതിയതായി പടുത്തുയർത്തി കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ യാത്ര സുരക്ഷിതമാക്കുന്നു. ദൂദ്കോഷി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ടോക്ടോക്ക് വില്ലേജ് കൃഷിയിടങ്ങളും കാട്ടുചോലകളും മലകളും വെള്ളച്ചാട്ടങ്ങളുമൊക്കെ കൊണ്ട് അനുഗ്രഹീതമാണ്. ടോക്ടോക്ക് വില്ലേജിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇവിടെയുള്ള വാട്ടർഫാൾസ്. വളരെയധികം ഉയരത്തിൽ നിന്നും താഴേക്കു പതിക്കുന്ന ഈ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമ്മെ ഏറെ അമ്പരപ്പിക്കുന്നതാണ്. ഞാൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുറച്ചു സമയം അവിടെ ചിലവഴിച്ചു. ഇതുവഴി പോകുന്ന യാത്രികർ എല്ലാം തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ക്യാമറയിൽ പകർത്തുന്നു. ഇനിയും ഒരുപാട് ദൂരം പോവാനുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും നീങ്ങി. വീതി കുറഞ്ഞ പാതയാണ് മുമ്പോട്ട്. താഴെ ദൂദ്കോഷി നദി പതഞ്ഞൊഴുകുന്നുണ്ട്. പാതയുടെ ഒരു ഭാഗം നല്ല ആഴമുള്ളതാണ്. ശ്രദ്ധിച്ചു നടക്കാൻ മദൻ പറയുന്നുണ്ട്. ഒരു നൂറ്റാണ്ട് പിറകോട്ടു സഞ്ചരിച്ചാൽ കൃത്യമായ വഴികളോ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് എവറസ്റ്റ് കീഴടക്കാൻ പുറപ്പെട്ട ദൗത്യസംഘങ്ങളെക്കുറിച്ചോർത്തു. 1920കളുടെ കാലഘട്ടത്തിൽ അവരെങ്ങനെയാവും ഇതുവഴി കടന്നു പോയിരിക്കുക. സ്വന്തം ജീവൻ പോലും വിലവെക്കാതെ ചരിത്രം സൃഷ്ടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഐതിഹാസികരായ പർവ്വതാരോഹർ. അതിൽ പലർക്കും എവറസ്റ്റ് എന്ന ആ മഹാകൊടുമുടിയുടെ ഉയരങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടുപോയി. വിജയിച്ചു തിരിച്ചു വന്നവരെ മാത്രം ലോകം വാഴ്ത്തി. മരണപ്പെട്ടവരെല്ലാം വിസ്മൃതിയിലേക്ക് ആണ്ടുപോയി. സമുദ്രനിരപ്പിൽ നിന്നും 2530 മീറ്റർ ഉയരത്തിലുള്ള തടകോഷിയിൽ നിന്നും ആരംഭിച്ച ഇന്നത്തെ ട്രെക്കിംഗ് 3500ഓളം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാംചെബ്സാറിലാണ് അവസാനിക്കുന്നത്.
അപ്പോൾ ആ യാത്രയെത്രമാത്രം കഠിനമായിരിക്കും എന്ന് ഓർക്കാവുന്നതേയുള്ളൂ. വിജയകരമായ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് പൂർത്തിയാക്കി മടങ്ങുന്ന സഞ്ചാരികൾ ഞങ്ങളെ കടന്നുപോകുന്നുണ്ട്. ഒരു നീണ്ട ട്രെക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ സംതൃപ്തി പലരുടെയും മുഖങ്ങളിൽ തെളിഞ്ഞു കാണാം. സാഹസികയാത്ര ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഡ്രീം പോയിന്റ് കൂടിയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഞങ്ങൾ വഴിയിലെ മറ്റൊരു മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മദൻ പറഞ്ഞത് നാംചയിലേക്കുള്ള വഴി ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറക്കാൻ ഇടയില്ല എന്നുള്ളത്. ഹിമാലയത്തിലെ മഞ്ഞുരുകുന്നത് മൂലം വർഷം മുഴുവൻ ഈ വെള്ളച്ചാട്ടങ്ങൾ സജീവമായിരിക്കും. എന്നാൽ വരണ്ട കാലാവസ്ഥയിൽ വെള്ളത്തിൻ്റെ ശക്തി അല്പം ശോഷിക്കാറുണ്ട്. മലമുകളിൽ നിന്ന് ഉദ്ഭവിച്ച് താഴോട്ട് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ താഴെ ദൂദ് കോശി നദിയിൽ ചെന്നു ചേരും. ഞങ്ങൾ വീണ്ടും ദൂദ് കോശി നദിക്കരയിലെത്തി. കുറച്ചു ദൂരം കൂടി പിന്നിട്ടാൽ അടുത്ത ഗ്രാമമായ മോഞ്ചോയിലേക്കുള്ള ഒരു തൂക്കുപാലമുണ്ട്. ഇന്നത്തെ ഉച്ചഭക്ഷണം മോഞ്ചോയിലാണ്. മാത്രമല്ല മോഞ്ചോയിൽ ഒരു ചെക്ക് പോയിന്റ് കൂടിയുണ്ട്. അവിടെ നിന്നും ട്രക്കിങ്ങിനുള്ള പാസ് എടുത്തിട്ട് വേണം നാംചയിലേക്കുള്ള യാത്ര തുടരാൻ. അധികം താമസിയാതെ ദൂദ് കോശിക്ക് കുറുകെയുള്ള മോഞ്ചോയിലേക്കുള്ള തൂക്കുപാലത്തിലെത്തി. കോഴിക്കൂടുകളുടെ ചുറ്റിനും ചിക്കിച്ചികഞ്ഞു നടക്കുന്ന കോഴികളെ കാണാം. ചെറിയ രീതിയിലുള്ള കൃഷിസ്ഥലങ്ങളാണ് കരയുടെ ഇരുവശത്തും. പാലത്തിൻ്റെ മധ്യത്തിലെത്തുമ്പോൾ പതഞ്ഞൊഴുകുന്ന ദൂദ് കോശി കാണാം. പാലത്തിൽ നിറയെ ടിബറ്റൻ പ്രയർ ഫ്ലാഗുകൾ കെട്ടിവച്ചിരിക്കുന്നുണ്ട്. ടിബറ്റൻ ബുദ്ധമതത്തിൽ സമാധാനം, അനുകമ്പ, ശക്തി, ജ്ഞാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ചതുരാകൃതിയിലുള്ള തുണി കൊണ്ടുള്ള വർണ്ണാഭമായ പാനലുകളാണ് പ്രയർ ഫ്ലാഗുകൾ. ലോകമെമ്പാടും നന്മയുടെ പ്രാർത്ഥനകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ടിബറ്റൻ പ്രയർ ഫ്ലാഗുകൾ ഉപയോഗിക്കുന്നു. അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ഒട്ടുമിക്ക പ്രയർ ഫ്ലാഗുകളിലും കാണുന്ന ഒരു മന്ത്രമാണ് ഓം മണി പദ്മേഹം. ഇത് അനുകമ്പയുടെ ബോധിസത്വ മന്ത്രമാണ്. പ്രയർ ഫ്ലാഗുകളിൽ അച്ചടിച്ചിരിക്കുന്ന ഈ മന്ത്രം ലോകത്തിൻ്റെ വിദൂര കോണുകളിലേക്ക് അനുകമ്പയുടെ അനുഗ്രഹങ്ങൾ അയക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞങ്ങൾ പാലം കടന്നു മറുകരയിലെത്തി. ഗ്യാസ് സിലിണ്ടറുകളുമായി വരുന്ന കോവർ കഴുതകൾ ഞങ്ങളെ കടന്നു പോകുന്നുണ്ട്. ഇവ കാഴ്ചയിൽ കുതിരകളെ പോലെയാണെങ്കിലും യഥാർത്ഥത്തിൽ കുതിരകളുടെയും കഴുതകളുടെയും സങ്കരയിനമായ മുൾസുകളാണ്. ഇവ ഭാരങ്ങൾ ചുമക്കാൻ കൂടുതൽ കരുത്തുള്ളവയാണത്രേ. ഇതുപോലെ കാളയുടെയും യാക്കുകളുടെയും സങ്കരയിനങ്ങളായ ക്രോസ് ബ്രീഡുകളെയും ഇവിടെ ഭാരങ്ങൾ ചുമക്കാനായി ഉപയോഗിക്കുന്നു. ഭാരങ്ങൾ ചുമന്നുവരുന്ന നാൽക്കാലികളായാലും മനുഷ്യരായാലും നമ്മൾ അവർക്കു വേണ്ടി വഴിയുടെ ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറിക്കൊടുക്കണം. ഇത് മൗണ്ടെയിൻ ട്രെക്കിങ്ങിലെ ഒരു അലിഖിത നിയമമാണ്. വഴിവക്കിൽ പാറക്കടിയിൽ കണ്ട ഒരു ഗുഹ എനിക്ക് വളരെയധികം കൗതുകം തോന്നിച്ചു. ഇവിടെ ഇടയ്ക്ക് ബുദ്ധ സന്യാസിമാർ ധ്യാനത്തിലിരിക്കാറുണ്ടെന്നും മദൻ പറയും. ഞങ്ങൾ നാംചെ ബസാർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നുകൊണ്ടിരുന്നു. വീണ്ടും ദൂദ് കോശിയുടെ ഇരമ്പൽ കേൾക്കുന്നുണ്ട്. കുറച്ചു മുമ്പിലായി ഒരു പാലം കാണുന്നുണ്ട്. അതുകടന്നു മുമ്പോട്ടു പോകണം. പാലത്തിലെത്തിയപ്പോഴാണ് ആ കാഴ്ചയുടെ ഭംഗി മനസ്സിലാവുന്നത്. ഈ യാത്രയിലെ തന്നെ ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയ ഒരിടം. ദൂദ് കോശിയുടെ എല്ലാ മനോഹാരിതയും ഒത്തുചേർന്നൊരു പ്രദേശം. എത്ര സുന്ദരമായൊരു ഫ്രെയിമാണ് കൺമുമ്പിൽ. എത്ര കണ്ടിട്ടും കൊതിതീരാത്ത ദൃശ്യഭംഗി. ഞാൻ ആ പ്രദേശത്തിൻ്റെ കുറെ ഫോട്ടോസ് ക്യാമറയിൽ പകർത്തി വീണ്ടും നടത്തം ആരംഭിച്ചു. ഞങ്ങൾ മോഞ്ചോയിലെത്താറായിരിക്കുന്നു. നല്ല വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നുണ്ട്. മോഞ്ചോയിലെത്തിയിട്ട് വേണം ഉച്ചഭക്ഷണം കഴിക്കാൻ. ഞങ്ങളുടെ യാത്ര മോഞ്ചോ എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വടക്കുകിഴക്കൻ നേപ്പാളിലെ സോലുഖുംബു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മോഞ്ചോ ശാന്തമായ ഒരു ഗ്രാമമാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ട്രെക്കിംഗ് നടത്തുന്നവരുടെ ഒരു നിർണായക ചെക്ക് പോയിന്റായി ഇത് പ്രവർത്തിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2840 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുഗ്രാമം അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ സാഗർമാതാ നാഷണൽ പാർക്കിൻ്റെ പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്നതും മോഞ്ചോയിലാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് സഞ്ചാരികൾ മോഞ്ചോയിലൂടെ കടന്നുപോകുന്നു. ഇത് വസന്തകാലത്തും ശരത്കാലത്തും ട്രെക്കിംഗ് സീസണുകളിൽ തിരക്കേറിയ കേന്ദ്രമാക്കി മോഞ്ചോയെ മാറ്റുന്നു. കല്ലും മരവും കൊണ്ട് നിർമ്മിച്ച പരമ്പരാഗത ഷെർപ്പ വീടുകൾ സഞ്ചാരികൾക്ക് ഊഷ്മളമായ വരവേൽപ്പും ഭക്ഷണവും താമസവും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾ സാഗർമാതാ നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലെത്തി. ഇവിടെ നിന്നും പാർക്കിലേക്ക് പ്രവേശിക്കാനുള്ള പാസ് എടുക്കണം. ഓഫീസിനു മുമ്പിലായി സാഗർമാതാ നാഷണൽ പാർക്കിൻ്റെ ഒരു മാതൃകയുണ്ട്. ഞാനത് കൗതുകത്തോടെ നോക്കി നിന്നു. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റൂട്ടും എവറസ്റ്റിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയുമെല്ലാം ആ മാതൃകയിൽ നിന്നു നോക്കി മനസ്സിലാക്കാം.
ഇതിഹാസം സൃഷ്ടിച്ച പർവ്വതാരോഹകർ സഞ്ചരിച്ച പാതകളുള്ള മോൻജോയിലെ ചരിത്രം വളരെ സ്പഷ്ടമാണ്. മനുഷ്യന്റെ സഹിഷ്ണുതയുടെ കഥകൾക്കൊപ്പം സംസ്കാരത്തിൻ്റെയും പ്രകൃതിയുടെയും ഒത്തുചേരൽ അതിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. സാഗർമാത നാഷണൽ പാർക്ക് നേപ്പാളിലെ ഖുംബു മേഖലയിൽ ഹിമാലയൻ പാരിസ്ഥിതിക മേഖലയുടെ 1148 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ദൂദ്കോഷി, ഭോട്ടേഹോഷി നദികളുടെ മുകൾത്തട്ടിലുള്ള വൃഷ്ടിപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ പാർക്കിൽ ഭൂരിഭാഗവും പരുക്കൻ ഭൂപ്രദേശങ്ങളും ഉയർന്ന ഹിമാലയത്തിലെ കൊടുമുടികളുമാണ്. ഇതിൽ സമുദ്രനിരപ്പിൽ നിന്ന് 8848 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റും ഉൾപ്പെടുന്നു. ഇതിനു പുറമെ 6000 മീറ്ററിന് മുകളിലുള്ള മറ്റു കൊടുമുടികളായ ലോത്സെ, ചോ ഓയു, തംസെർക്കു, നുപ്സെ, അമഡബ്ലം, പുമോരി എന്നിവയും ഉൾപ്പെടുന്നു. ബുദ്ധമത വിശ്വാസികളായ ഷെർപ്പ ജനത ഈ പ്രദേശത്ത് താമസിക്കുന്നു. പ്രസിദ്ധമായ ടെമ്പോച്ചെ മോണസ്ട്രിയും സാഗർമാത നാഷണൽ പാർക്കിൻ്റെ പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അടുത്ത ഗ്രാമമായ ജോർസലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വലിയ പാറയിൽ മനോഹരമായ കാലിയോഗ്രാഫിയിൽ ബുദ്ധമന്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്നതായി കാണാം. അധികം താമസിയാതെ ജോർസലയുടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിലെത്തി. വളഞ്ഞു പൊളിഞ്ഞൊഴുകുന്ന ദൂദ്കോഷി നദിയെ പല ഭാഗങ്ങളിലായി ഈ യാത്രയിൽ നമ്മൾ മുറിച്ചു കടക്കേണ്ടി വരുന്നു. അങ്ങുദൂരെ നദിയുടെ തീരത്ത് ജോർസലയിലെ ലോഡ്ജുകൾ കാണാം. ഞങ്ങൾ പാലത്തിൻ്റെ മറുകരയിലേക്ക് നടന്നു. പാലം കടന്നു ചെല്ലുന്നത് ഒരു താഴ്വരയിലേക്കാണ്. അതിൻ്റെ ഒരരുകിലൂടെ ദൂദ്കോഷി ഒഴുകുന്നുണ്ട്. ദൂദ്കോഷിയിലേക്കൊഴുകുന്ന നീർച്ചാലുകൾ ആ താഴ്വരയെ ഭംഗിയുള്ളതാക്കും. വഴി മുമ്പോട്ട് നീണ്ടുകിടക്കുകയാണ്. ആരോ ഒരു കുതിരയെ മേയാൻ വിട്ടിരിക്കുന്നു. ഈ താഴ്വരയിലൂടെ നടന്നാൽ എത്തിച്ചേരുന്നത് പ്രസിദ്ധമായ ഹിലാരി പാലത്തിലേക്കാണ്. ആ പാലത്തിലൂടെയാണ് നാംചെ ബസാറിലേക്ക് പോകേണ്ടത്. ഞങ്ങൾ ഹിലാരി ബ്രിഡ്ജ് ലക്ഷ്യമാക്കി നടന്നു. മദൻ എനിക്ക് പുറകിലായി വിശേഷങ്ങൾ പറഞ്ഞു നടക്കുകയാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും മദൻ ബേസ് ക്യാമ്പിലേക്ക് ടൂറിസ്റ്റുകളുമായി വരാറുണ്ട്. പക്ഷേ ഓഫ് സീസണുകളിൽ ജോലി ഉണ്ടാവാറില്ല. ഈ ജോലിയിൽ മടുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നെന്നും പുറം ലോകവുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ഇവിടെ നിന്നും മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ജോലി തേടി പോകണമെന്നുമാണ് മദൻ്റെ ആഗ്രഹം. ഗ്രാമീണർ വലിയ കുട്ടകളിൽ സാധനങ്ങൾ ഓരോ പ്രദേശങ്ങളിലേക്കും ചുമടായി കൊണ്ടുപോകുന്നുണ്ട്. ഷേർപ്പ, തമാങ്, റായ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെയുള്ള ഗ്രാമീണർ. എൻ്റെ ഗൈഡ് മദൻ റായ് വിഭാഗത്തിൽ നിന്നുള്ളതാണ്. അങ്ങകലെയായി ഹിലാരിപ്പാലം കാണാൻ തുടങ്ങിയിരിക്കുന്നു. താഴെ നിന്നും നോക്കിയാൽ മുകളിലും താഴെയുമായി 2 പാലങ്ങൾ കാണാം. താഴെ കാണുന്നത് പഴയ പാലമാണ്. അതിൻ്റെ ഏതാനും മീറ്ററുകൾ മുകളിൽ കൂടി പുതിയ പാലവും കാണാം. നാംചെ ബസാറിലേക്ക് പോകാനായി നമ്മൾക്ക് മുകളിലുള്ള പുതിയ പാലത്തെയാണ് ആശ്രയിക്കേണ്ടത്. 135 മീറ്റർ ഉയരമുള്ള ഹിലാരി പാലം നേപ്പാളിലെ ഏറ്റവും ഉയരം കൂടിയ തൂക്കുപാലങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള നീളം 60 മീറ്ററാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിലെ ആദ്യത്തെ പ്രധാന നാഴികക്കല്ലുകളിലൊന്ന് ഹിലാരി പാലം മുറിച്ചു കടക്കുക എന്നതാണ്. 1953 ഷെർപ്പ ടെൻസിംഗ് നോർഗയ്ക്കൊപ്പം എവറസ്റ്റ് കൊടുമുടി വിജയകരമായി കീഴടക്കിയ ഇതിഹാസ പർവ്വതാരോഹകനായ സർ എഡ്മണ്ട് ഹിലാരിയുടെ പേരിലാണ് ഈ തൂക്കുപാലം അറിയപ്പെടുന്നത്. ഘടനയിലുള്ള അത്ഭുതം കൊണ്ടു മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ നേട്ടങ്ങളുടെ പ്രതീകം കൂടിയാണ് ഈ പാലം. 2000ൻ്റെ തുടക്കത്തിലാണ് ഹിലാരി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. നേപ്പാളിലെ എവറസ്റ്റ് മേഖലയിലെ ട്രെക്കിംഗ് റൂട്ടുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ സർ എഡ്മുണ്ട് ഹിലരി നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നേപ്പാളിലെ ജനങ്ങൾക്ക് നൽകിയ സംഭാവനകൾക്കുള്ള ആദരസൂചകമായാണ് നേപ്പാൾ ഗവൺമെൻറ് ഈ പാലത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. വിവിധ സംഘടനകളുടെയും പ്രാദേശിക കമ്മ്യൂണിറ്റികളുടെയും പിന്തുണയോടെയാണ് ഹിലാരി പാലം നിർമ്മിച്ചത്. എവറസ്റ്റ് മേഖലയിലെ ട്രെക്കിംഗ് റൂട്ടുകളിൽ ഇതൊരു ഐക്കണിക് ലാൻഡ്മാർക്കായി അറിയപ്പെടുന്നു. പാലം കടന്നുകഴിഞ്ഞാൽ നമ്മെ കാത്തിരിക്കുന്നത് കുത്തനെയുള്ള കയറ്റമാണ്. നിങ്ങളുടെ ശാരീരിക ക്ഷമത ഇവിടെ നന്നായി പരീക്ഷിക്കപ്പെട്ടേക്കും. ഈ കുത്തനെയുള്ള കയറ്റം കഴിഞ്ഞു നമ്മളെത്തിച്ചേരുന്നത് ടോപ്പ് ടണ്ട എന്ന ഒരു വിശ്രമസ്ഥലത്തേക്കാണ്. അടുത്ത കയറ്റം കയറുന്നതിനു മുമ്പ് വിശ്രമിക്കാനുള്ള ഒരിടം. പോർട്ടർമാർക്കും ട്രെക്കേഴ്സിനും ലഗേജുകളുടെ ഭാരങ്ങൾ ഇറക്കിവെക്കാനും വിശ്രമിക്കാനുമുള്ള ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ലഭ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 3140 മീറ്റർ ഉയരത്തിലുള്ള ടോപ്പ് ടണ്ടയിൽ നിന്നും നാംചെയിലേക്കുള്ള ഓരോ സ്റ്റെപ്പും കഠിനമാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് കാലാവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങി. ഈ കഠിനമായ പരിതസ്ഥിതിയിൽ നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെയുള്ള പോർട്ടേഴ്സ് തന്നെയാണ്. ഈ കാലാവസ്ഥയിലും വലിയ ഭാരങ്ങൾ വഹിച്ച് അവർ ഈ മലയിറങ്ങുന്നതും കയറുന്നതും നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്നു പോകും.
നേരം സന്ധ്യയാകാറായിരിക്കുന്നുവെങ്കിലും നാംചയിലേക്ക് ഇനി അധിക ദൂരമില്ല. ഇന്നൊരു നീണ്ട നടത്തവും കഠിനമായ മലക്കയറ്റവും തന്നെയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2400 മീറ്റർ ഉയരത്തിൽ നിന്നും തുടങ്ങിയ ഇന്നത്തെ യാത്ര 3500ഓളം മീറ്റർ ഉയരത്തിലെത്തിയിരിക്കുന്നു. യാത്ര കഠിനമായതുകൊണ്ട് തന്നെ ഇതിനെ കില്ലർ പാസ് എന്നും വിളിക്കാറുണ്ട്. അങ്ങു ദൂരെ നിന്നു തന്നെ നാംചയിലെ കെട്ടിടങ്ങൾ കാണാൻ തുടങ്ങി. ഒടുവിൽ ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് എവറസ്റ്റ് എന്നറിയപ്പെടുന്ന നാംചെ ബസാറിലെത്തിച്ചേർന്നു. സമുദ്രനിരപ്പിൽ നിന്നും 3500ഓളം മീറ്റർ ഉയരത്തിലാണ് നാംചെ ബസാർ എന്ന ഈ ടൗൺഷിപ്പ് സ്ഥിതി ചെയ്യുന്നത്. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ മനുഷ്യൻ്റെ കരങ്ങളാൽ മാത്രം പടുത്തുയർത്തിയ ഒരു നഗരമാണ് നാംചെ. അതുകൊണ്ടുതന്നെ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകമായി നാംചെ ബസാർ നിലകൊള്ളുന്നു. ഷേർപ്പകളുടെ തലസ്ഥാന നഗരി എന്നുകൂടി നാംചെ ബസാർ അറിയപ്പെടുന്നു. എവറസ്റ്റിലേക്കുള്ള ഒരു പ്രധാന കവാടമായ നാംചെ ബസാർ പർവ്വതാരോഹകർക്കും ട്രെക്കർമാർക്കും അവശ്യവസ്തുക്കൾ ഷോപ്പിംഗ് ചെയ്യാനുള്ള അവസാന കേന്ദ്രം കൂടിയാണ്. ഒരു കവാടത്തിലൂടെയാണ് നാംചെ ബസാറിലേക്ക് പ്രവേശിക്കുന്നത്. നാംചയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ തലയുയർത്തി നിൽക്കുന്ന ഒരു ബുദ്ധസ്തൂപവും അതിനടുത്തായി ഒരു മണ്ഡപവും കാണാം. മണ്ഡപത്തിൽ മരണപ്പെട്ടുപോയ നേപ്പാളി പർവ്വതാരോഹകയായ പെമ്പ ഡോമ ഷെർപ്പയുടെ ഒരു അർത്ഥകായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. എവറസ്റ്റ് കൊടുമുടി നോർത്ത് സൈഡിലൂടെ കീഴടക്കിയ ആദ്യത്തെ നേപ്പാളി ഷെർപ്പ വംശജയായ പർവ്വതാരോഹകയാണ് പെമ്പ ഡോമ ഷെർപ്പ. പിന്നീട് നോർത്തും സൗത്തും സൈഡിലൂടെ കൊടുമുടി കയറുന്ന രണ്ടാമത്തെ നേപ്പാളി വനിതയുമായി. 2 തവണ എവറസ്റ്റ് കീഴടക്കിയ 6 സ്ത്രീകളിൽ ഒരാളുമാണ് ഇവർ. ടിബറ്റൻ പുരാവസ്തുക്കൾ മുതൽ ട്രെക്കിംഗ് ക്ലൈംബിംഗ് ഉപകരണങ്ങളും നിങ്ങളുടെ യാത്രയ്ക്കിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വിൽക്കുന്ന ഒരു മാർക്കറ്റ് തന്നെ നാംചയിലുണ്ട്. ഇതിനു പുറമെ ATM മെഷീനുകളും മെഡിക്കൽ ക്ലിനിക്കുകളും സ്വാദിഷ്ടമായ വിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ, ബേക്കറികൾ, ബാറുകൾ, മസാജ് പാർലറുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ടൗൺഷിപ്പ് കൂടിയാണ് നാംചെ. പർവ്വതാരോഹണത്തിൻ്റെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു മ്യൂസിയവും നാംചയിലുണ്ട്. ഞങ്ങൾ ഇന്ന് താമസിക്കാനുള്ള ലോഡ്ജ് ലക്ഷ്യമാക്കി നടന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡ് കാലാവസ്ഥയിൽ എത്തിയതുകൊണ്ട് അക്ലിമറ്റൈസേഷൻ്റെ ഭാഗമായി നാളെ ഒരു ദിവസം കൂടി ഇവിടെ തങ്ങാനുണ്ട്. ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ശരീരം കാലാവസ്ഥയോട് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. നാംചയിലെ കംഫർട്ട് ഇൻ എന്ന ലോഡ്ജിലാണ് ഇന്നും നാളേക്കുമുള്ള റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ അക്ലിമറ്റൈസേഷൻ്റെ ഭാഗമായി നാംചയുടെ 500ഓളം മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് വ്യൂ എന്ന ഹോട്ടൽ വരെ ഒരു ഹൈക്കിംഗ് ചെയ്യാനുണ്ട്. നാംചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.